നിലാവ് പദ്ധതി പ്രകാരം നമ്മുടെ വാർഡിന്റെ പടിഞ്ഞാറേ അതിർത്തി മുതൽ തോരോത്ത് വരെയുള്ള വേലക്കുന്ന് വരെയുള്ള പ്രദേശങ്ങളിൽ 83 തെരുവ് വിളക്കുകൾ പുതുതായി സ്ഥാപിച്ച് വെളിച്ചം പകർന്നു നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 5-ാം മൈൽ മുതൽ കുണ്ടകുഴ വരെ 58 ലൈറ്റുകൾ പുതുതായി ചട്ടഞ്ചാൽ സെക്ഷന്റെ കൂടി നമുക്ക് അനുവദിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 5 ലൈറ്റുകൾ ഇപ്പൊ പോയിട്ട് അത് നാളെ മറ്റൊന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് വരും. വേലക്കുന്ന്, ഗാന്ധിനഗർ, നെടുമ്പയൽ, നീർക്കയ, കുണ്ടംകുഴി, കൃഷിഭവൻ പരിസരം, പെർളം, കല്ലടക്കുറ്റി, ചെരപ്പാറ, കാണിയടുക്കം, നീർക്കയ പീടിക, കുണ്ടംകുഴി, മീത്തൽ ബസാർ തുടങ്ങിയ 19 സ്ഥലങ്ങളിൽ പുതുതായി തെരുവ് വിളക്ക് സ്ഥാപിച്ചു. ബാലനടുക്കം, കാനത്തിൽ എന്നീ സ്ഥലങ്ങളിൽ MP-യുടെ മിനി ഹൈമാസും 5-ാം മൈൽ, കല്ലടക്കുറ്റി, ഭീമങ്കാൽ, തോരോത്ത് എന്നിവിടങ്ങളിൽ MLA-യുടെ മിനി ഹൈമാസും സ്ഥാപിച്ചു. കുടുംബശ്രീ വാർഡിൽ 25 അയൽക്കൂട്ടങ്ങൾ നിലവിലുണ്ട്. അംഗങ്ങൾക്ക് തൊഴിൽപരമായും കുടുംബപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വിവിധ പദ്ധതി പ്രകാരം 3 കോടി രൂപയുടെ വായ്പ ലഭ്യമാക്കുന്നതിന് ഗ്രാമപഞ്ചായത്തിന്റെ പിന്തുണയോടുകൂടി സാധിച്ചു. വിവിധ സംരംഭങ്ങൾക്ക് 2 ലക്ഷം രൂപയും കുണ്ടംകുഴി സ്കൂളിൽ മാർക്കെയർ പദ്ധതി പ്രകാരം ഹോട്ടലും കുണ്ടംകുഴി ജനകീയ ഹോട്ടലും വിവിധ പദ്ധതികൾ പ്രകാരം സഹായധനം ലഭ്യമാക്കി. രോഗികളായ കുടുംബശ്രീ അയൽക്കൂട്ടം അംഗങ്ങൾക്ക് CDSന്റെ സ്നേഹനിധി പദ്ധതി പ്രകാരം 15 പേർക്ക് 1,85,000 രൂപ ലഭ്യമാക്കി. മാലിന്യ സംസ്കരണം, ശുചിത്വം 93 കുടുംബങ്ങൾക്ക് ബയോബിൽ ലഭ്യമാക്കി. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വാർഡിലെ വിവിധ കേന്ദ്രങ്ങളിൽ 4 മിനി MCFകളും 19 ഹോട്ടൽ ബൂത്തുകളും വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചു. കുണ്ടകുഴ ടൗൺ ശൗചാലയം നവീകരിക്കുന്നതിന് വേണ്ടി അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. വാർഡിലെ എല്ലാ പൊതു സ്ഥാപനങ്ങളിലും വായനശാലകളും ഹരിത സ്ഥാപനങ്ങളായി പ്രഖ്യാപിച്ചു. സുന്ദര പേടകം, ശുചിത്വ പേടകം പദ്ധതിയുടെ ഭാഗമായി യഥാസമയം ടൗണുകളിൽ ശുചിത്വ പരിപാടികൾ നടത്തി വരുന്നു. പട്ടയ വിതരണം വാർഡിലെ പട്ടയമില്ലാതിരുന്ന 18 പേർക്ക് കൈവശ ഭൂമിക്ക് പട്ടയം ലഭ്യമാക്കുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിച്ചു. 6 പേർക്ക് കാലവർഷക്കെടുതിയിൽ വീട് നശിച്ചതിന് 2.5 ലക്ഷം രൂപ ലഭ്യമാക്കി. കാലവർഷക്കെടുതിയിൽ കൃഷിനാശം വന്ന കർഷകർക്ക് 60,000 രൂപ ലഭ്യമാക്കി. വിദ്യാഭ്യാസം കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി ലാബ് സൗകര്യം, സ്കൂൾ അറ്റകുറ്റപ്പണി, ശുചിത്വ സൗകര്യം വർദ്ധിപ്പിക്കൽ, ജലപരിശോധന ലാബ് സ്ഥാപിക്കൽ, ഗ്രൗണ്ട് നവീകരണം, പുതിയ MLA ടർഫ് കോർട്ട് തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട CH കുഞ്ഞമ്പി MLA മുഖേനയും ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മുഖേനയും കിഫ്ബി പദ്ധതി മുഖേനയും വിദ്യാഭ്യാസ കായിക വകുപ്പ് മുഖേനയും 5 വർഷത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ മുൻകൈയിൽ 11 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നുണ്ട്. പദ്ധതി പൂർത്തിയാകുന്നതോടുകൂടി ജില്ലയിലെ മികച്ച സൗകര്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനമായി കുണ്ടംകുഴി സ്കൂൾ മാറും. ഇതിന് എല്ലാ സഹായങ്ങളും ലഭ്യമാക്കിയ CH കുഞ്ഞമ്പു MLA ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതി 5 വർഷങ്ങളിലായി 2,12,50,215 രൂപയുടെ പ്രവർത്തികളാണ് വാർഡിൽ പ്രധാനമായും പൂർത്തീകരിച്ചത്. പ്രധാനമായും മണ്ണ് ജല സംരക്ഷണ പ്രവർത്തികൾ, ഭവന നിർമ്മാണത്തിന്റെ അടിസ്ഥാന സൗകര്യം, തൊഴുത്ത്, ആട്ടിൻകൂട്, കുളം, കുടിവെള്ള കിണർ, കമ്പോസ്റ്റ് പിറ്റ് തുടങ്ങിയ പ്രവർത്തികളാണ് പൂർത്തീകരിച്ചത്. 35 ലക്ഷം രൂപയുടെ ചെറുകിട ജലസേചന വകുപ്പ് മുഖേന കൊല്ലരങ്കോട് ECR പ്രവർത്തനം പൂർത്തീകരിച്ച് ഉദ്ഘാടനം കഴിഞ്ഞു. ഗതാഗത സൗകര്യം വലിയപാറ അമ്പലാടി റോഡ്, കുറ്റിയടക്കം വലിയപാറ റോഡ്, കുണ്ടംകുഴി മൃഗാശുപത്രി, കൃഷിഭവൻ റോഡ്, കൃഷിഭവൻ ചാലത്തൂർ മരുതടക്കം റോഡ്, കല്ലടക്കുറ്റി ചെരപ്പാറ, ബാലനടുക്കം ചെരപ്പാറ, ചെരപ്പാറ ചാക്കൂട് റോഡ്, കൊച്ചി നീർക്കയ നെടുമ്പയൽ റോഡ്, ഭീമങ്കാൽ അടുക്കത്തൽ റോഡ്, മാർഗം നീർക്കയ എന്നീ റോഡുകളുടെ പ്രവർത്തിക്ക് വേണ്ടി 2,50 ലക്ഷം രൂപ ലഭ്യമാണ്. തോരോത്ത് കണ്ടത്തൽ റോഡ്, കല്ലടക്കുറ്റി ഒതോത്തടുക്കൽ റോഡ്, കല്ലടക്കുറ്റി കോപ്പാളക്കയ വയൽ റോഡ്, നെല്ലിയടുക്കം ചരളിൽ വയൽ റോഡ്, ഗാന്ധിനഗർ തട്ടുമ്പൽ റോഡ് എന്നിവയുടെ റോഡിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണ ഘട്ടത്തിലേക്ക് പോവുകയാണ്. കൃഷിഭവൻ കുണ്ടംകുഴി ചാലത്തൂർ റോഡിന്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയും ബാലനടുക്കൽ ചെരപ്പാറ റോഡ്, 5-ാം മൈൽ കൊല്ലരങ്കോട് റോഡ്, കുത്തിയടുക്കം വേളത്തെടുക്കം റോഡ് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ഫണ്ട് ലഭ്യമാക്കി ടെൻഡർ നടപടി പൂർത്തിയായി കാലവർഷം കഴിയുന്നതോടുകൂടി നിർവ്വഹണ ഘട്ടത്തിലേക്ക് പോകും. സാമൂഹ്യ സുരക്ഷാ പദ്ധതി വിവിധ പെൻഷനുകളിലായി 322 പേർക്ക് 5 വർഷത്തിൽ 3,91,02,000 രൂപ പെൻഷൻ ഇനത്തിൽ 16-ാം വാർഡിലെ ഗുണഭോക്താക്കളുടെ കൈകളിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്.
അതുകൂടാതെ പുതിയ ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ 2 ആളുകൾക്കാണ് പുതുതായി ഭവന നിർമ്മാണത്തിന് സഹായം ലഭിച്ചത്. ലോട്ടറി തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് കാസർഗോഡ് ജില്ലയിൽ 8 പേർക്കാണ് അനുവദിച്ചത്. 2 വീട് വേടെടുക്ക പഞ്ചായത്തിൽ കിട്ടുമ്പോൾ ആ 2 വീടും നമ്മളെ വാർഡിലെ നെടുമ്പേലിലെ വാസുവേട്ടനും ഗൗരി എന്ന 2 ഗുണഭോക്താക്കൾ കൂടി 11 ലക്ഷത്തി റേഷൻ കാർഡ് മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി നിലവിൽ സാധിച്ചു. നിലവിൽ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി 32 പേർ അപേക്ഷ സമർപ്പിച്ച് അതിന്റെ അവസാന ഘട്ടത്തിലാണ്. കുണ്ടംകുഴിയിലെ വാർഡിലെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി കുണ്ടംകുഴി 3-ാം കടവ് റോഡ് ജംഗ്ഷനിൽ പുതുതായി ട്രാൻസ്ഫോമർ സ്ഥാപിച്ചു. നെടുമ്പയിൽ, കോപ്പളക്കയ, നീർക്കയ, തോരോത്ത്, മരുന്നെടുക്കം പ്രദേശങ്ങളിൽ പുതുതായി പോസ്റ്റ് മാറ്റി ഇരുമ്പിന്റെ പോസ്റ്റ് ഇടാനും അതിലൂടെ ലൈൻ വലിക്കാനും നമുക്ക് പുതുതായി കഴിഞ്ഞു. വലിയപാറ 110 ടവർ സബ്സ്റ്റേഷന്റെ പ്രവർത്തനത്തിന് വേണ്ടി 8 ടവറുകൾ നമ്മുടെ പഞ്ചായത്തിലൂടെ കടന്നു വരും. അതിനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെടാനും അത് പരിഹരിച്ച് ഗുണഭോക്താക്കൾക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കാനും പഞ്ചായത്തിന് സാധിച്ചു. നമ്മുടെ പഞ്ചായത്തിലെ സ്കൂളുകൾ, അംഗൻവാടികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ സാംസ്കാരിക പ്രസ്ഥാനങ്ങളിലേക്കും വായനശാലകളിലേക്കും പത്രം ലഭ്യമാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ഒരു സാഹചര്യം കൂടെ നിലവിലുണ്ട്. ഇത്രക്കാര്യങ്ങളാണ് ചുരുക്കി. മറ്റു വലിയ തോതിലുള്ള സാമ്പത്തികം പറയാതെ നമ്മുടെ വാർഡിന്റെ പൊതുസ്ഥിതിയായിട്ട് സൂചിപ്പിക്കാറുണ്ട്. മറ്റു വികസന പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ പൊതുവായിട്ടുള്ള കാഴ്ചപ്പാടിനനുസരിച്ച് നമ്മുടെ വാർഡിന്റെ ആളുകൾക്ക് എത്തിക്കാൻ പറ്റും. വാർഡ് മെമ്പർ എന്ന നിലയിൽ ഏതൊരാൾ വിളിച്ചാലും കൃത്യമായി പോകാനും കാര്യങ്ങൾ അന്വേഷിക്കാൻ കഴിയുന്നതിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ നിലയിൽ എന്നെ ഏൽപ്പിച്ച ഭരണഘടനാപരമായിട്ടുള്ള ചുമതല നിറവേറ്റി മുന്നോട്ടേക്ക് പോകുന്ന സന്ദർഭത്തിൽ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ പിന്തുണക്കും സഹായത്തിനും ഈ അവസരത്തിലുള്ള നന്ദി ഞാൻ ചുരുക്കം വാക്കുകൾ സൂചിപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഇത് കേവലം അങ്ങോട്ട് അവതരിപ്പിച്ചതാണ്. ഇതിനെ സംബന്ധിച്ച് നിങ്ങളുടെ കൃത്യമായ നിർദ്ദേശങ്ങൾ, പൊതുവിഷയങ്ങൾ, അതുപോലെ തന്നെ അടുത്ത ഭരണസമിതിക്ക് മുമ്പാകെ, സർക്കാരിന് മുമ്പാകെ അവതരിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ച് നമുക്ക് പുതിയ നിർദ്ദേശമായി സമർപ്പിക്കേണ്ടതുണ്ട്. ആ നിലയിലേക്ക് നിങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ചർച്ചയ്ക്കും നിർദ്ദേശങ്ങൾക്കും വേണ്ടും ഈ 16-ാം വാർഡിന്റെ വികസന റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.